വീട് വെക്കാൻ പറ്റാത്തവരെ, കർത്താവ് വിദേശ ജോലിക്ക് തടസ്സമുള്ളവരെ, നാട്ടിലുള്ള ജോലിക്ക് തടസ്സമുള്ളവരെ കർത്താവെ ഓരോരുത്തരായി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു. ഉടമ്പടി എടുത്തവർക്ക് ഇതുവരെ അടയാളം കിട്ടാതിരിക്കുന്നവരെ അവരെല്ലാം സ്പർശിക്കുന്ന പ്രാർത്ഥിക്കുന്നു. വഴിയില്ലാത്തവരെ, വെള്ളമില്ലാത്തവരെ, വെളിച്ചമില്ലാത്തവരെ കർത്താവെ, കുടുംബത്തിൽ കലഹമുള്ളവരെ, വിവാഹം ഒത്തുവരാത്തവരെ, മക്കളില്ലാത്തവർ കർത്താവെ, ഉള്ള മക്കൾക്ക് ഓട്ടിസം പോലുള്ള രോഗങ്ങളുള്ള കർത്താവെ, ഈശോ മാതാപിതാക്കന്മാർ ആശുപത്രിയിലായിപ്പോയവരെ, തെറ്റ് നടപടി നേരിടുന്നവരെ, സാമ്പത്തിക തകർച്ച അനുഭവിക്കുന്നവരെ ഈശോ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന കർത്താവെ, അങ്ങനെ വലിയ കൃപ അമ്മേ, പരിശുദ്ധമ്മേ, ദൈവമാതാവേ, അവർക്കെല്ലാം വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. ഇപ്പോഴും കർത്താവെ പ്രാർത്ഥന കൂടിക്കൊണ്ടിരിക്കുന്ന മക്കൾ കർത്താവെ, അടുത്ത ദിവസങ്ങൾ തന്നെ കർത്താവെ ഈ ആൾത്താരെ വന്നുകൊണ്ട് കർത്താവെ നാമത്തെ മഹത്വപ്പെടുത്തി കർത്താവെ സാക്ഷ്യം പറയാൻ ഇടയാക്കണമേ. അമ്മേ, എല്ലാ മാലാഖമാരെ, വിശുദ്ധന്മാരെ, രക്തസാക്ഷികളെ ആൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മേ, പരിശുദ്ധമ്മേ, ദൈവമാതാവേ, ഇപ്പോൾ മധ്യസ്ഥം വഹിക്കണമേ. ശക്തി പ്രവർത്തിക്കണമേ. മാരക രോഗങ്ങള്, പീഡാവേദികള്, ജീവിത ദുരിതങ്ങള്, ഉടമ്പടി വിട്ടുവച്ചിരിക്കുന്ന എല്ലാ ദൈവങ്ങളുടെ തടസ്സങ്ങള് യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തില് മാറിപ്പോകട്ടെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. ഗർഭിണികള് വയറ് കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. ഗർഭിണികള് വയറ് കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. ഓൺലൈനിലുള്ളവർ ശ്രദ്ധിക്കുക. മക്കളില്ലാത്തവരും അടിവയറ്റ് കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. മക്കളില്ലാത്തവര് അടിവയറ്റ് കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. ശ്വാസകോശ രോഗികള് നെഞ്ച് കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. ഉദര രോഗികള് ഉദരത്ത് കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. തൈറോയ്ഡ് രോഗികള് തൊണ്ടയിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. ശിരോരോഗികള് നെറ്റിയിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. ഈശോ അങ്ങയുടെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി കർത്താവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ, പരിശുദ്ധമ്മേ, ദൈവമാതാവേ, കൃപാസാൽത്താറയിൽ ജീവനോടെ പ്രത്യക്ഷമുണ്ട് അമ്മേ. ആയിരങ്ങൾ മക്കള് ഇപ്പോഴേ ഈ പ്രാർത്ഥന കൂടുന്ന കർത്താവേ, ഇനി ഭാവിയിലെ ഈ പ്രാർത്ഥന കൂടാൻ സാധ്യതയുള്ള മുഴുവൻ മക്കളും അവരുടെ ജീവിത വിഷയങ്ങളും അവരുടെ ജീവിത ഭാരങ്ങളും അവരുടെ ജീവിത രോഗങ്ങളും അവരുടെ സാങ്കേതികമായ രോഗങ്ങൾ, അവിടെ ഉദ്യോഗസ്ഥരിരിക്കുന്നവരുടെ അസ്വസ്ഥതകള്, തൊഴിലില്ലാത്തവരുടെ അസ്വസ്ഥതകള് കർത്താവ് എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സർവീസ് പ്രോബ്ലംസ് കർത്താവ്, പെൻഷൻ്റെ പ്രോബ്ലംസ്, ജോലി ഇല്ലാത്തവര്, ജോലിക്ക് വേണ്ട മെമ്മോ കാക്കുന്നവര്, ഇന്റർവ്യൂ ടെസ്റ്റ് ചെയ്യുന്നവര്, ഇന്റർവ്യൂവിൽ പങ്കെടുത്തവര്, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവര് കർത്താവരെ, റിസൾട്ട് പ്രതീക്ഷിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഓരോരോ പരീക്ഷകൾ കർത്താവെ, നൈപുണ്യ പരീക്ഷകള്, യോഗ്യതാ പരീക്ഷകള്, മത്സര പരീക്ഷകള്, അങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായ പരീക്ഷകൾ കർത്താവെ എഴുതാൻ പോകുന്നവര്, എഴുതിയിട്ട് റിസൾട്ട് പ്രതീക്ഷിക്കുന്നവര്, വിസയ്ക്ക് കർത്താവെ, PR-ന് ഓരോ തടസ്സം അനുഭവിക്കുന്നവര്, ജീവിതത്തിന്റെ അവർക്ക് വീഞ്ഞില്ല, അവർക്ക് ജീവിതത്തിന്റെ അഭിമാനത്തിന്റെ ഒരു വിഷയം വന്നപ്പോൾ അമ്മക്കാനായാലും കല്യാണത്തിന് മധ്യസ്ഥം വഹിച്ചതുപോലെ ഉടമ്പടി എടുത്തിട്ടുള്ളവര്, ഉടമ്പടി എടുക്കാതിരിക്കുന്നവര് എല്ലാവരുടെയും ജീവിതത്തിലേക്ക് അടിപ്പിട പോലെ വൈദ്യുത ആഘാതം പോലെ ദൈവിക ശക്തി പ്രചരിക്കട്ടെ. യേശുവിന്റെ നാമത്തില് മാരക രോഗങ്ങള്, പീഡാവേദികള്, ദുരിതങ്ങള്, ജീവിത തടസ്സങ്ങള് യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. എൻ ശക്തി നിന്നെ സ്നേഹിച്ചിടുന്നേ, നിന്നെ നിലച്ചു വാഴും എൻ ശക്തി ഒക്കെയോടും നിന്നെ സ്നേഹിച്ചിടുന്നേ, നിന്നെ നിരച്ചു
വസിച്ചു വാഴും എന്നിലെഴുന്നള്ളണേ സ്വർഗീയ രാജനീശോ നിൻ മുൻപിൽ വന്നിതാ ഞാൻ കാരുണ്യ സാഗരമേ കാത്തുകൊള്ളണമേ നീ കാത്തുകൊള്ളണമേ നീ. Praise the Lord. സ്വസ്ഥവും ശാന്തവുമായിരിക്കുക. കർത്താവിൻ്റെ വചനം കേൾക്കാൻ ഹൃദയത്തെ ഒരുക്കുക. മർക്കോസിൻ്റെ സുവിശേഷ 11-ാം അധ്യായം 12-ാമത്തെ വചനം മുതൽ ഈശോ അത്തിവൃക്ഷത്തെ ശപിക്കുന്ന അടുത്ത ദിവസം അവൻ ബethനിയായിൽ നിന്ന് വരുമ്പോൾ അവന് വിശക്കുന്നുണ്ടായിരുന്നു. അകലെ തളിരിട്ട് നിൽക്കുന്ന ഒരു അത്തിമരം കണ്ട് അതിൽ എന്തെങ്കിലും ഉണ്ടാകാം എന്ന് വിചാരിച്ച് അവൻ അടുത്ത് ചെന്നു. എന്നാൽ ഇലകൾ അല്ലാതെ മറ്റൊന്നും കണ്ടില്ല. അത് അത്തിപ്പഴങ്ങളുടെ കാലമല്ലായിരുന്നു. അവൻ പറഞ്ഞു, ആരും ഇനി ഒരിക്കലും നിന്നിൽ നിന്ന് പഴം തിന്നാതിരിക്കട്ടെ. അവൻ്റെ ശിഷ്യന്മാർ അത് കേട്ടു. പ്രൈസ് ലോർഡ്. പ്രിയമുള്ളവരെ, നമ്മുടെ ഉടമ്പടിയുമായിട്ട് ഒത്തിരിയേറെ ബന്ധമുള്ള ഒരു വചനഭാഗമാണിതെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് ഒക്ടോബർ 1-ാം തീയതി വെളുപ്പിനെ ഉണ്ടായ സന്ദേശമാണിത്. വെളുപ്പിന് 4:30 മണിക്ക് ഞാൻ ജപമാല ചെല്ലാൻ വേണ്ടി ഇറങ്ങുമ്പോൾ നമ്മളുടെ കോറിഡോറിലവിടെ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന രൂപത്തിൻ്റെ മുമ്പിൽ ഞാൻ ഒരു നിമിഷം നിന്നിട്ടാണ് ഇങ്ങോട്ട് വന്ന് ഇവിടെ ഒന്ന് ജപമാല ചെല്ലണത്. ആ സമയത്താണ് ഈ അത്തിവൃക്ഷത്തിൻ്റെ മെസ്സേജ് എൻ്റെ മനസ്സിലോട്ട് വന്നത്. അമ്മ പറഞ്ഞ ഇതാണ്, ഈ അത്തിവൃക്ഷത്തിൻ്റെ അകലെ തളരിട്ട് നിൽക്കുന്ന ഒരു അത്തിവൃക്ഷം ഈശോ കണ്ടു. അപ്പോൾ അവൻ ജെറുസലേം ദേവാലയത്തിലേക്ക് പ്രഭാതത്തിൽ പോകുന്ന സമയത്ത് അവന് വിശന്നപ്പോഴാണ് ഈ അകലെ തളരിട്ട് നിൽക്കുന്ന ഒരു അത്തിവൃക്ഷത്തെ ഈശോ കണ്ടത്. അപ്പോൾ ഈശോ ശിഷ്യന്മാരെന്നാ വിചാരിച്ചു, അതിൽ എന്തെങ്കിലും ഉണ്ടാകാം, പഴം എന്തെങ്കിലും ഉണ്ടാകും. നമ്മുടെ ചെറിയ അത്തിവൃക്ഷമല്ല, അവിടെ വലിയ അത്തിവൃക്ഷമാണ്. ഇത്രയുള്ള ഒരെണ്ണം കഴിച്ചാൽ തൽക്കാലത്തേക്ക് നിൽക്കാൻ പറ്റും. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ആയത്ത് കൊണ്ടുവന്ന് വെച്ച് പിടിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ കൊല്ലം ഇരുന്ന എൻ്റെ ഇടവകപ്പള്ളിയിൽ ഞാൻ അത് വെച്ചിട്ടുണ്ട്. വലിയ അത്തിക്കായാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ പക്ഷേ അത്തിമരം ഇതിൽ കായില്ല. അപ്പോൾ ഈശോ പറഞ്ഞു, ഇത് ഇനി ഒരിക്കൽ നിന്നിൽ നിന്ന് ആരും ഫലം പറിക്കാതിരിക്കട്ടെ. ഇപ്പോൾ ബൈബിളിലെ ചില യുക്തിവാദികളെടുത്ത് വിവാദപരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഭാഗമാണിത്. അതിന് കൃത്യമായ മറുപടി നമുക്കുണ്ട്, അത് ഞാൻ പറയും. പക്ഷേ അതിനേക്കാൾ ഉപരി എങ്ങനെയാണ് ഈ വിഷയം ഉടമ്പടിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത്? കാര്യം, ഈശോയ്ക്കൊരു വിശന്ന് ഒരു ആവശ്യം വന്നു. വിശപ്പ്, ശരീരത്തിൻ്റെ 3 ആവശ്യങ്ങൾ. ഒന്ന് വിശപ്പ്, പിന്നെന്താണ് വസ്ത്രം, പിന്നെന്താണ് പാർപ്പിടം. ഇതെല്ലാം അടിസ്ഥാന ആവശ്യങ്ങളൊക്കെ ഒഴിച്ചു മാറ്റാൻ പറ്റാത്ത അവസ്ഥ. നമ്മുടെ ജോലിയും വിദ്യാഭ്യാസവും എല്ലാം വിശപ്പുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വിഷയങ്ങളാണ്. പാർപ്പിടവും വസ്ത്രവുമായിട്ടും ബന്ധപ്പെട്ട് നിൽക്കുന്ന വിഷയങ്ങളാണ്. ഇവിടെ IELTS OILTS ഒക്കെ സാക്ഷ്യം പറയുമ്പോൾ ചില ആൾക്കാർ പറയും, ഇതെന്ത് ധ്യാനകേന്ദ്രം, OIT ധ്യാനകേന്ദ്രമാണ്. പക്ഷേ OIT എന്ന് പറഞ്ഞാൽ എന്താ?
അവർ പഠിച്ച് ജയിച്ചു പോയാൽ ബാക്കി അനിയത്തിനെ പഠിപ്പിക്കാൻ പറ്റും, ആങ്ങളുടെ ജോലി സെറ്റ് ചെയ്യാൻ പറ്റും, വീട് വെക്കാൻ പറ്റും, വസ്ത്രം മേടിക്കാൻ പറ്റും, അടിസ്ഥാന കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാണ് ഇതൊക്കെ ഇവിടെ അമ്മ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാനായിൽ വീണ്ടും തീർന്നു പോകണമെന്ന് പറയുമ്പോൾ ഒരു ആത്മീയ പ്രശ്നമല്ലത്. അതെന്താണ്? ഒരു ശാരീരിക പ്രശ്നമാണ്. വീണ്ടും തീർന്നു പോയ നാട്ടുകാരുടെ മുമ്പിൽ ചിലപ്പോൾ അപമാനം കിട്ടും, അവരുടെ മാനസിക പ്രശ്നമാണ്. അപ്പോൾ ഒരു ശാരീരിക പ്രശ്നവും മാനസിക പ്രശ്നവും മാനുഷിക പ്രശ്നമാണ്. അപ്പം മാനുഷിക പ്രശ്നത്തെയാണ് കാനായിൽ കൈകാര്യം ചെയ്യണത്. എങ്ങനെ കൈകാര്യം ചെയ്യണത്? അവൻ പറയണത് പോലെ ചെയ്യാൻ പറയുമ്പോൾ, ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിക്കാൻ വരുമ്പോൾ ഭൗതിക സാഹചര്യങ്ങളെ ദൈവം ക്രമീകരിക്കും. അതാണ് ഉടമ്പടിയുടെ അന്തസത്യം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മനുഷ്യന് ഇവിടെ അത്യാവശ്യം എന്ന് പറയുന്നത് വലിയ ഓരോരുത്തർക്കും ഓരോതരം ആവശ്യമാണ്. ഓരോരുത്തർക്കും ഒരേ ആവശ്യം. ചില പിള്ളേർക്ക് ഒരു സൈക്കിൾ മതിയാവും നാട്ടിലുള്ള സ്കൂളിലോട്ട് പോകാൻ, അതാണ് അവരുടെ ആവശ്യം. പക്ഷേ അവിടെ അപ്പന് കാർ ആവശ്യമുണ്ട്. എന്താ കാര്യം? അയാൾക്ക് കമ്പനി പോകണം. ഈ കാറ് കാണിച്ചാൽ നമ്മൾ ഓട്ടോറിക്ഷക്കാർ ചെന്ന് ബാങ്കിൻ്റെ വാതിക്കൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ലോൺ കിട്ടത്തില്ല. പക്ഷേ കാറ് വിട്ടുകൊണ്ട് ചെന്നാൽ ചിലപ്പോൾ ലോൺ കിട്ടും. അതിൻ്റെ റാങ്കിങ്ങാണ്, അവരുടെ അസസ്മെൻ്റ് അതാണ്. അവന് കാറ് മേടിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവർ റീഫണ്ട് ചെയ്യും എന്ന് മാനേജറിന് മനസ്സിലാവും. അപ്പോൾ ഒന്നും തെറ്റല്ല. ഓരോരുത്തരുടെയും ജീവിത രീതിക്ക് അവരവർക്ക് പറ്റുന്ന ജീവിത അവസ്ഥകൾ ഉണ്ടാകണം. അതവരുടെ ആവശ്യമാണ്. അതവരുടെ ആവശ്യമാണ്. ചിലക്കാർ വളരെ ഇപ്പം BMW പോലെ കാറൊക്കെ വാങ്ങിക്കുന്നു. അതെന്നാ വാങ്ങിക്കണത്? അവരുടെ ബിസിനസ് അതാ. അവർ അത് വാങ്ങിച്ചില്ലേ മിക്കവാറും അവർക്കെന്തോ ചിലപ്പോൾ ഷെയർ മാർക്കറ്റിൽ അവിടെ റേറ്റിംഗ് പോയെന്ന് വരും. കാര്യം പൊട്ടിയെന്ന് ആൾക്കാർക്ക് മനസ്സിലാവും. അതുകൊണ്ട് പൊട്ടിപ്പോയാലും ആൾക്കാർ ബ്രാൻഡഡ് കാർ വാങ്ങിക്കും. ഇതൊന്നും തെറ്റല്ല. അവൻ്റെ ജീവിതമായിട്ടത് ശരിയാണ്. അവൻ്റെ ജീവിതം അവൻ കാണിക്കുന്ന കാര്യങ്ങളും നമ്മൾ കാണിക്കാൻ, ഈ ലോ ബഡ്ജറ്റുകാരൊന്നും കാണിക്കാൻ വരുമ്പോഴാണ് പണി കിട്ടണത്. അതല്ല, അത് അവന് ബൈബിൾ പറയണത് എല്ലാവർക്കും എല്ലാം നല്ലതല്ല. പ്രഭാഷകൻ്റെ പ്രധാനപ്പെട്ട ഒരു വചനമാണ്. എല്ലാവർക്കും എല്ലാം നല്ലതല്ല. അപ്പോൾ ഓരോരുത്തർക്ക് യോജിച്ച രീതിയിലാണ് അവർ പോകുന്നത്. ഞാൻ പറയണത് ഇതെല്ലാം ആവശ്യമാണ്. അവരവരുടെ ആവശ്യങ്ങളാണ്. ഇപ്പോൾ ഈശോയ്ക്ക് വിശന്ന് അതൊരു ആവശ്യമാണ്. പക്ഷേ പല ആവശ്യങ്ങളുടെയും പ്രശ്നം എന്താണ്? ഈ സമയത്തിൻ്റെ ടൈം കണ്ടൻറ്റ് ചിലപ്പോൾ നമുക്ക് അനുകൂലമല്ലാതെ വരും. അതാണ് മർക്കോസ് പറയണത് 11:13. എന്താ പറയണത്? അത്തിപ്പഴം അന്വേഷിച്ചു, പക്ഷേ അത്തിപ്പഴത്തിൻ്റെ കാലമല്ലായിരുന്നു. കാലം അവിടെ ടൈമാണ്. കൃപാസ്ഥാനത്താരെ സമയക്കടികാരവുമായിട്ടാണ് നമ്മൾ പ്രത്യക്ഷപ്പെട്ടത്. അതുകൊണ്ട് കാലത്തോട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും പരിശുദ്ധാത്മാവ് എന്നെ തൊട്ട് കാണിച്ചു തരും. ഞാൻ തേടിപ്പിടിക്കണതല്ല, കർത്താവിനെ തൊട്ട് കാണിക്കുന്നതാണ്. ഇത് ടൈം കണ്ടൻ്റുള്ള വിഷയമാണ്. ഇതിൻ്റെ വിഷയം ഇങ്ങനെയാണെന്ന് പറയും. അപ്പോൾ അത്തിപ്പഴത്തിൻ്റെ ഒരു വിഷയത്തിൻ്റെ കാലമല്ലെങ്കിലും ക്യാൻ വി ആസ്പയർ? യെസ്, വി ക്യാൻ ആസ്പയർ. ഒരു കാലമല്ല. ഒരു ദിവസം ഞാനൊരു വീട്ടിലിരിക്കുകയായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ്. അപ്പം ഞാൻ അവൻ്റെ മുഖത്ത് നോക്കിയിട്ട്, ആ വീട്ടുകാരൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, വീട് വെക്കാൻ സമയമായെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് പാകോടുമ്പോൾ നടന്നത് 14 പേരുടെ പേരിലാണ് ഇത് ഇരിക്കണത്. അവന്മാരെല്ലാം തുമ്മം മുറുകുമ്പോൾ ചാണ്ട് ഇളകും, അങ്ങനെ നിൽക്കുകയാണ്. അല്ല, ഇത് കർത്താവിൻ്റെ സമയമാണ്. അവരെല്ലാം നിന്നെ അനുകൂലമാക്കി മാറ്റുമെന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ. ഒറ്റ കൊല്ലം കൊണ്ട് വീട് വെച്ച് മാറി. പാകോടമ്പടിയും കൊണ്ട് എത്ര വർഷമായിരുന്നതാണ്. അപ്പോൾ ദൈവം ഇടപെട്ടാൽ, എത്ര പേര് ഭാഗോടമ്പടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിണങ്ങിക്കളിച്ചാലും ദൈവം ഇടപെട്ടാൽ നമുക്ക് അനുകൂലമായ സമയമാകും. കാര്യം മനസ്സിലായില്ലേ? അപ്പം നാട്ടുകാരല്ല നമ്മുടെ പ്രാതികൂലമെന്ന് പറയണത്. നിങ്ങളെ ബന്ധുക്കൾ, ഇപ്പോൾ ഒരു ഭാഗോടമ്പടി വിഷയമാണ്. ചേട്ടനും അനുജനും പല അപ്പനും അമ്മയും മരിച്ചുപോയി, ചിറ്റപ്പന്മാർ മരിച്ചുപോയി. അത് കാരണം ചിറ്റപ്പന്മാർക്കൊണ്ട് ഓഹരിക്ക് ചിറ്റപ്പന്മാരുടെ മക്കൾ എല്ലാവരും ഒരു അവകാശികളാണ്. ഇതിൽ ഒരെണ്ണം ബോംബെ, ഒരെണ്ണം എറണാകുളത്ത്, ഒരെണ്ണം കാനഡയിൽ, അങ്ങനെ കിടക്കും. ഈ സംഭവത്തിന് എല്ലാം ഭരിച്ചുകൊണ്ട് വന്നിട്ട് ഒരിക്കലും ഈ ഭാഗോടമ്പടി നടക്കത്തില്ല. പക്ഷേ അവിടെ ദൈവം ഇടപെട്ടാൽ ഈ പ്രതികൂലങ്ങളെല്ലാം ആ സെക്കൻഡ് അനുകൂലമാകും. അപ്പോൾ പ്രതികൂലം എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? അത് നീ പറയണ ബന്ധുക്കളോ സ്വന്തപ്പെട്ടവരോ ഓഫീസോ സർക്കാരോ കോടതി നിയമമോ ഒന്നുമല്ല. പ്രതികൂലം എന്ന് പറഞ്ഞാൽ എന്താണ്?
ദൈവം ഇടപെടാത്ത ഒരു കാലത്തിനാണ് പ്രതികൂലം എന്ന് പറയണത്. ദൈവം ആ വിഷയത്തിൽ ഇടപെട്ടാൽ ആ സെക്കൻഡിൽ എല്ലാം അനുകൂലമായി മാറും. ഉടമ്പടി എല്ലാ പ്രതികൂലങ്ങളെ മാറ്റിക്കൊണ്ട് ദൈവത്തെ ഇടപെടുത്തിക്കൊണ്ട് നിനക്ക് നിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളെയും നിനക്ക് അനുകൂലമായി മാറ്റുന്ന പ്രാർത്ഥനയാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. യേശു സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ശ്രദ്ധിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, ഉടമ്പടി എടുത്തിട്ടുള്ള എല്ലാ ദൈവമക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. എല്ലാ നിയോഗങ്ങളെയും സ്പർശിക്കുന്ന കർത്താവേ, ഉടമ്പടി എടുക്കാൻ ആഗ്രഹിക്കുന്നവരെ സ്പർശിക്കുന്ന കർത്താവേ, ഈ സമയം തത്സമയ നിയോഗങ്ങൾ സമർപ്പിക്കുന്നവരെ ഏറ്റെടുക്കണമേ. രോഗികളെ ദുരിതങ്ങൾ വേദന അനുഭവിക്കുന്നവരെ ഏറ്റെടുക്കണമേ. കടഭാരത്തിൽ കഴിയുന്നവരെ ഏറ്റെടുക്കണമേ. ഓൺലൈൻ വിദ്യാഭ്യാസ മക്കളെ സമർപ്പിക്കുന്നു, അത് ഏറ്റെടുക്കണമേ കർത്താവേ. തിരുസഭയുടെ മേൽ അനുഗ്രഹം വർഷിക്കണമേ. ഹല്ലേലൂയ. 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 സ്വർഗീയ രാജനീശോ, യേശുവേ ആരാധന. നിൻ മുൻപിൽ വന്നിതാ ഞാൻ. പരമദിവ്യകാരുണ്യത്തിന് കാരുണ്യസാഗരേ, സ്തുതിയും കാത്തുകൊള്ളണമേ നീ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് സ്വർഗീയ രാജനീശോ, വീഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിൻ മുൻപിൽ പരിശുദ്ധ വന്നിതാ ഞാൻ. നേരവും ആരാധനയും സ്തുതിയും കാരുണ്യസാഗരേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് സ്തുതിയും വീഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇരിക്കട്ടെ. പ്രൈസ് ലോർഡ്. അപ്പം അച്ഛൻ പറഞ്ഞില്ലേ മക്കളെ, അതായത് പ്രതികൂലം എന്ന് പറയണത് വ്യക്തികളോ സർക്കാരിൻ്റെ നിയമങ്ങളോ നിൻ്റെ കുടുംബത്തിൻ്റെ ചുറ്റുപാടുകളോ നിൻ്റെ ശരീരത്തിൻ്റെ അവസ്ഥകളോ ഒന്നുമല്ല. പ്രതികൂലം എന്ന് പറയുന്നത് ദൈവം അത് ഇടപെടാത്ത അവസ്ഥയാണ്. ഉടമ്പടി എന്താ ചെയ്യണത്? ദൈവത്തെ അതിൽ ഇടപെടുത്താൻ പറ്റുന്ന അനുകൂല അവസ്ഥ, നിൻ്റെ അനുതാപം, നിൻ്റെ കാരുണ്യ പ്രവൃത്തികൾ, അതുപോലെ നിൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ, നിൻ്റെ മനസ്സിൻ്റെ മാറ്റം, എല്ലാത്തിലൂടെ ദൈവം, നിൻ്റെ വിശ്വാസം, എല്ലാത്തിലൂടെയും ദൈവം ആ വിഷയത്തിൽ ഇടപെട്ട് കഴിയുമ്പോൾ എല്ലാം അനുകൂലമായി മാറും. എല്ലാം അനുകൂലമായി മാറും. ഉടമ്പടി എല്ലാം ഇങ്ങനെ എല്ലാ തടസ്സമുള്ള വിഷയങ്ങൾ. അതുകൊണ്ട് എൻ്റെ മക്കൾ ഉടമ്പടി വിഷയങ്ങളിൽ വളരെ നിശ്ചിതമായ കാർക്കശ്യം കാണിക്കണം. ഇപ്പോൾ രാവിലെ ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്? 5:30 തൊട്ട് 6:30 മണി വരെയാണ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന. 6:45 പ്രാർത്ഥന ക്യാൻസൽഡാണ്. ഇന്നലെ കൊച്ചിന് ഭയങ്കര കരച്ചിലായിരുന്നു. അത് കാരണം കൊച്ചിൻ്റെ കൂടെ കിടന്നുറങ്ങിയപ്പോൾ ഉറങ്ങാൻ താമസിച്ചു പോയി. അങ്ങനെ ഒരു കോംപ്രമൈസും ഒന്നും തന്നിട്ടില്ല. നിങ്ങൾ വിചാരിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തീഷ്ണതയുണ്ടെങ്കിൽ, ഉടമ്പടി തീഷ്ണതയുടെ പ്രശ്നമാണ്, ഉടമ്പടി വിശ്വസ്തതയുടെ പ്രശ്നമാണ്. ഈ സാക്ഷ്യം പറയുന്ന ആൾക്കാരെന്താണ്? കർക്കശ്യമായിട്ടുള്ള വിശ്വാസികളാണ്. അല്ലാതെ അവർ അഴകുഴമ്പരല്ല. കാര്യം അഴകുഴമ്പി കഴിഞ്ഞാൽ അപ്പം തന്നെ അത് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെയോ ഒക്കട്ടെ, കിട്ടിയാൽ ഊട്ടി പോയാൽ ചട്ടി, ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടാണ് ഇപ്പോൾ ഉഴപ്പണത്. നിങ്ങൾ ഉഴപ്പാതെ കൃത്യമായിട്ടാണ് സംഭവം ചെയ്യണമെങ്കിൽ അപ്പം തന്നെ ഗ്യാരണ്ടീഡാണ് സംഭവം. എന്താ കാര്യം? നിങ്ങൾ ചെയ്യാനുള്ള ചെയ്തു, അവൻ പറയണ പോലെ ചെയ്തു. അവൻ പറയണത് പോലെ ചെയ്ത് എന്ന് പറഞ്ഞാൽ പിന്നെ ഈശോ അങ്ങനെ പറ്റത്തില്ല എന്ന് അമ്മയോട് പറഞ്ഞില്ലല്ലോ. എനിക്ക് നിനക്ക് എന്താണ്, എൻ്റെ സമയം ഇനി സമാഗതമായിട്ടുള്ളതെന്ന് പറയുമ്പോൾ നെഗറ്റീവ് പറഞ്ഞ് അത് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പോഴമ്മയാണ് പരിശുദ്ധാത്മാവിൽ പ്രേരിതയായിട്ട് അതിനെ അതിജീവിക്കാൻ വേണ്ടി ഒരു ഫോർമുല പറയണം. എന്താണ്? അവൻ പറയണ പോലെ ചെയ്യാൻ. അവൻ പറയണ പോലെ ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ അങ്ങനെ അല്ല എന്ന് ഈശോ പറഞ്ഞില്ല. നമ്മൾ അങ്ങനെ ദൈവത്തിനെ ഒപ്പിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈശോ അതിനെതിരെ നിൽക്കത്തില്ല. ദാറ്റ് മീൻസ് അതിൽ ഇടപെടും. നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഉടമ്പടിയുടെ വിശ്വസ്തതയും അതിൻ്റെ വിശ്വസ്തത പാലിക്കാതെ ഞാൻ ഏതെങ്കിലും തരത്തില് ഒരു അലംഭാവം കാണിച്ചിട്ടുണ്ടെങ്കിൽ ദൈവമേ എന്നോട് ക്ഷമിക്കണമേ, എനിക്ക് മാപ്പ് നൽകണമേ. ഞാൻ ഉശിരോട് കൂടി ഇഷ്ടമായി ഞാൻ നിറവേറ്റിക്കൊള്ളാമെന്ന് ഈശോയുടെ നാമത്തിലെ പ്രതിജ്ഞ ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളെപ്പോഴും രണ്ടാമതൊരു വിഷയം, ഇപ്പം
അത്തിപ്പഴത്തിൻ്റെ കാലമല്ലായിരുന്നു. അത്തിപ്പഴത്തിൻ്റെ കാലമല്ലായിരുന്നു. അപ്പോൾ ഈശോ എന്താ ഉദ്ദേശിക്കുന്നത്? ഏതെങ്കിലും ഒരു കാലം ഏതെങ്കിലും ഉണ്ടെന്നല്ല. ഇപ്പം നിങ്ങൾ പറയില്ലേ സമയദോഷമാണെന്നൊക്കെ പറയത്തില്ലേ, കാലക്കേടാണ്, ഗ്രഹപ്പിഴയാണ്, അങ്ങനെ ഒന്നുമില്ല. എല്ലാ കാലത്തിലും അത്തിമരം പൂക്കണമെന്നും അതിൽ ഫലം ഉണ്ടാകണമെന്നും ദൈവം ആഗ്രഹിക്കുന്ന, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതായത് കാലമല്ലായിരുന്നെങ്കിൽ അത് നാട്ടു നടപ്പനുസരിച്ചിട്ടും അവിടുത്തെ കാലാവസ്ഥ അനുസരിച്ചിട്ടും ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്, കാലമല്ലായിരുന്നു. പക്ഷേ ദൈവം ആഗ്രഹിക്കണത് എന്താണ്? എല്ലാ കാലത്തും പൂക്കണം, എല്ലാവർക്കും ആവശ്യത്തിന് ഉപകരിക്കണം. ഇപ്പം നിങ്ങൾ പറയില്ലേ, ബന്ധുക്കൾ ഒത്തിരി ഉണ്ട് അച്ഛാ, സ്വന്തപ്പെട്ടവരും ഉണ്ട്, പക്ഷേ അപ്പനെ ആശുപത്രി കൊണ്ടുപോയത് ബംഗാളിയാണെന്ന് പറയത്തില്ലേ? ഇതാണ് സംഭവം. ആവശ്യത്തിന് ബന്ധുക്കൾ, മക്കളുണ്ട്, സ്വിറ്റ്സർലൻഡിൽ, കാനഡയിൽ, അവിടെ ഇവിടെ എല്ലാ മക്കളുണ്ട്, അവർക്കൊക്കെ നല്ല ശമ്പളമുണ്ട്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, അപ്പനെ ആശുപത്രി കൊണ്ടുപോകുന്നതും കൂടെ നിൽക്കേണ്ടതും കരിക്കരിക്കൽ അമ്മച്ചി കറക്റ്റായിട്ടറിയാം. അമ്മച്ചി 70 കൊല്ലത്തോളം 65 കൊല്ലത്തോളം യൂറോപ്പിൽ താമസിച്ചു, ഇപ്പോൾ എറണാകുളത്ത് താമസിക്കണം. അമ്മയ്ക്ക് ആവശ്യത്തിന് മക്കളുണ്ട്, അവർക്കെല്ലാം ശമ്പളമുണ്ട്, അവർ വർഷങ്ങളായിട്ട് അമേരിക്ക താമസിച്ചിരുന്നവരാണ്. പക്ഷെ അമ്മയെ ഇപ്പം നോക്കുന്നത് ആരാണ്? അക്രൈസ്തവരായ 2 മക്കളാണ് നോക്കണത്, അമ്മയെ നോക്കണത്. അപ്പോൾ ഇതാണ് ആവശ്യത്തിന് ഉപകരിക്കുക എന്ന് പറയണത്. ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. നമുക്കെല്ലാവരും ഉണ്ടാകാം, പക്ഷേ ആവശ്യത്തിന് ഉപകരിക്കണം നിർബന്ധമില്ല. ഇത് ആവശ്യത്തിന്, ഇപ്പം അത്തിമരം ആവശ്യത്തിന് ഉപകരിക്കണില്ലല്ലോ, ആവശ്യത്തിന് ഉപകരിക്കണില്ല. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവമാണ്. നമുക്കെല്ലാവരും ഉണ്ട്, എല്ലാത്ത സാഹചര്യമുണ്ട്, പക്ഷേ ആവശ്യത്തിന് ഉപകരിക്കണില്ല. ഇപ്പോൾ ഒരു 100 രൂപ എടുക്കാൻ പറഞ്ഞാൽ അവിടെ ഇല്ല. നമുക്ക് 2 ഏക്കർ സ്ഥലം അവിടെ കിടപ്പുണ്ട്, 100 ഏക്കർ റബ്ബർ അപ്പുറത്തുണ്ട്, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയാം. പക്ഷെ നമ്മൾക്ക് ഇപ്പോഴും ഒരു 50,000 രൂപ എടുക്കാൻ പറഞ്ഞാൽ അവിടെ ഇല്ല. കാരണം നമ്മുടെ എല്ലാം ഡെഡ് മണിയാണ്. അച്ഛാ സ്ഥലം വിൽക്കണില്ല, അച്ഛാ സ്ഥലം വിൽക്കണില്ല എന്ന് പറയും, വിൽക്കാൻ പറ്റണില്ല എന്ന് പറയും. അപ്പോൾ ഞാൻ എൻ്റെ മറുകൃതി പറഞ്ഞു കൊടുക്കും, എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കും. എന്താ കാര്യം? സ്ഥലം ആവശ്യത്തിന് ഉപകരിക്കണം. നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഈ സ്ഥലത്തിൻ്റെ ബാങ്കിൽ നിന്ന് എടുത്ത ലോൺ കൂടി അവസാനം അവർ ജപ്തി ചെയ്തുകൊണ്ട് പോയിട്ട് നമുക്കെന്ത് പ്രയോജനം? 2 ഏക്കറിൻ്റെ പുരയിടത്തിൻ്റെ ജന്മിയാണ് ഞാനെന്ന് പറഞ്ഞിട്ട് അവസാനം ആ ജന്മി 5 കൊല്ലം കഴിയുമ്പോൾ ബാങ്കായിട്ട് മാറുകയാണെങ്കിൽ നമുക്ക് ഈ സ്ഥലം കൊണ്ട് എന്ത് പ്രയോജനം? അപ്പോൾ ആവശ്യത്തിന് ഉപകരിക്കണമെന്നുള്ളത് ബൈബിളിൻ്റെ ഒരു നിലപാടാണ്. വിശക്കുമ്പോൾ അത്തിമരം പഴം തരണം. വിശക്കുമ്പോൾ അത്തിമരം പഴം തരണം, ഇല്ലെങ്കിൽ അതിനുള്ള സംവിധാനം ഉണ്ടാക്കണം. അല്ലെങ്കിൽ വേണ്ട എന്നുള്ള നടപടിയാണ് ഈശോ. അതൊക്കെ അരിഞ്ഞുപോയ സാധനം. ആവശ്യത്തിന് ഉപകരിക്കുന്നില്ലെങ്കിൽ വേണ്ട എന്ന നടപടിയാണ്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് മിസ്റ്റേക്കൊന്നുമില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ അത്തിപ്പഴത്തിൻ്റെ കാലമല്ലായിരുന്നു എന്ന് ഇവിടെ മർക്കോസ് പറയുന്നുണ്ട്. പക്ഷേ മർക്കോസിൻ്റെ 13-ാം അധ്യായം നോക്കിയാലേ നമുക്ക് മനസ്സിലാകും ഈ അത്തിമരം തളിർക്കണത് എപ്പോഴാണ്? വേനൽക്കാലത്താണ്. അപ്പോഴേ ഈശോ ഇവിടെ വന്നിരിക്കുന്നത് നേരെ മർക്കോസ് ഇപ്പോൾ 11-ാം അധ്യായത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? തളിരിട്ട് നിൽക്കുന്ന ഒരു അത്തിമരം കണ്ടെന്നാണ് പറയണത് ഈശോ. ദാറ്റ് മീൻസ് വേനൽക്കാലത്താണ് ഈശോ അത്തിമരത്തിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇസ്രായേലിൻ്റെ വേനൽക്കാലം ഏതാണ്? ജൂൺ മാസമാണ്, ലേറ്റ് ജൂണാണ്. ജൂൺ മാസം, നമ്മുടെ വേനൽക്കാലം എന്ന് പറഞ്ഞാൽ മെയ് മാസം അവസാനിക്കും അല്ലേ? ഇസ്രായേലിന് 1 മാസം കൂടി ഉണ്ട് വേനൽക്കാലം. ജൂൺ അവസാനമാണ് ഈ അത്തിമരത്തിലേക്ക് ഈശോ വരണത്, അതിൽ പഴം ഉണ്ടോ എന്ന് നോക്കുന്നത്. പക്ഷേ ആ നോട്ടത്തിൽ തെറ്റില്ല. കാര്യം ഇതിൻ്റെ ഫിഗ്ലെറ്റ്സ് എന്ന് പറയും, അതായത് കഴിഞ്ഞ കൊല്ലത്തെ ബ്രാഞ്ചുകൾ, കഴിഞ്ഞ കൊല്ലം ഈ അത്തിമരത്തിലുണ്ടായ ബ്രാഞ്ചുകൾക്ക് ജൂൺ മാസത്തിൽ കഴിഞ്ഞ കൊല്ലം പൂത്തതിൻ്റെ ബാക്കി പഴങ്ങൾ സ്വാഭാവികമായിട്ടുണ്ടാകും. കാര്യം അത്തിമരത്തിന് 2 ഫ്രൂട്ട് ടൈമാണ് ഉള്ളത്, ഒന്ന് സെപ്റ്റംബർ, ഒന്ന് ജൂണ്. കർത്താവ് ജൂണിൽ വന്നു. ഇപ്പോൾ കർത്താവിൻ്റെ ബ്രാഞ്ചസിൽ കഴിഞ്ഞ കൊല്ലത്തെ പഴങ്ങൾ കാണും എന്നാണ് അതിൻ്റെ സ്വാഭാവികമായ കണക്ക്. അത്തിപ്പഴത്തിൻ്റെ കാലമല്ലായിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൾക്കായിട്ട് പൂക്കുന്ന സെപ്റ്റംബർ മാസം അല്ലെന്ന് മാത്രമേ അതിന് അർത്ഥമുള്ളൂ. പക്ഷേ ദർ ഇസ് എ പോസിബിലിറ്റി ഫോർ ഫുഡ്. അപ്പോൾ ഈ വിഷയം ഇങ്ങനെയാണെങ്കിലും ഇതിൻ്റെ അകത്തുള്ള അന്തസത്ത എന്താണ്? നമ്മളുടെ ഒരു ആവശ്യത്തെ സമയത്ത് ഉപകരിക്കപ്പെടണം. കാലമല്ലെങ്കിൽ, അതിൻ്റെ കാലമല്ലെങ്കിൽ കാലം ആക്കണം. ഇപ്പം കല്യാണത്തിൻ്റെ കാലമല്ല, കുഞ്ഞുണ്ടാകണ കാലമല്ല. പക്ഷേ ഇത് നമുക്ക് മാറ്റിവെക്കാൻ പറ്റണ ഒരു വിശപ്പ് മാറ്റിവെക്കാൻ പറ്റുമോ? ഇല്ല. വിവാഹം മാറ്റിവെക്കാൻ പറ്റുമോ? ഇല്ല. കുഞ്ഞുങ്ങളുണ്ടാക്കുന്ന അവസ്ഥ മാറ്റിവെക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ മാറ്റിവെക്കാൻ പറ്റാത്ത അവസ്ഥകൾ
നടക്കുക മാത്രമേ പറ്റത്തുള്ളൂ. അതിനെന്താ മാർഗം? കാലമല്ലെങ്കിൽ കാലമാക്കിയെടുക്കണം. സമയമായില്ലെന്ന് ഈശോ പറയുമ്പോൾ അമ്മ പറയും സമയമായില്ല, കാലമായില്ല, പക്ഷേ അവൻ പറയണ പോലെ ചെയ്യുക. നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യവും ഇങ്ങനെയാണ്. ഉടമ്പടിയുടെ ഏറ്റവും ഉത്തുംഗമായ ഒരു പ്രാർത്ഥനയാക്കി മാറ്റണം ഇതാണ്. അതായത് പ്രതികൂലമായ അവസ്ഥകളെ, പ്രതികൂലമായ കാലത്തെ ദൈവവചനം കേട്ടും ദൈവവചനം ജീവിച്ചും നമ്മൾ വാഗ്ദാന പേടകമായിക്കൊണ്ട് ജീവിതത്തിൻ്റെ പ്രാതികൂല്യങ്ങളെ ആനുകൂല്യമാക്കി മാറ്റും. ഈ ആനുകൂല്യമാക്കാനുള്ള വിശ്വാസവും ആനുകൂല്യമാക്കാനുള്ള വിശ്വസ്തതയും ഇതാണ് ഇതുപോലെയുള്ള ഉടമ്പടി ധ്യാനങ്ങളിലൂടെ വിശ്വാസിക്ക് ലഭിക്കുന്നത്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന സമയത്തിൻ്റെ പ്രാതികൂല്യങ്ങളെ ഉടമ്പടി വഴി, വചനം പാലിക്കുക വഴി, വചനം നിറവേറ്റുക വഴി ദൈവത്തെ ഈ പ്രതിസന്ധികളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ സമയത്തെയും അനുകൂലമാക്കി മാറ്റുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണം. ശ്രുതികട വിശ്വസ്തയോട് നിറവേറാൻ പരിശുദ്ധാത്മാവിൽ ഞങ്ങളെ പ്രബോധനം ആരാധന. ആശീർവാദത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. സഭ ഈ അത്തിമരത്തിൻ്റെ ഉപമയിലേക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ഒരു സുവിശേഷ കാഴ്ചപ്പാട്, ഇതൊരു മർക്കോസ് ഈ സുവിശേഷം എഴുതിയിരിക്കുന്ന കാരണം ഇത് സാധാരണ ഉപയോഗിക്കുന്നത് കർത്താവ് ആദ്യം ദേവാലയത്തിലോട്ട് അത്തിമരത്തെ സമീപിക്കും, ഫലമില്ലാത്തതുകൊണ്ട് അതിനെ ശപിക്കും. അതൊരു വിശ്വാസത്തിൻ്റെ പാഠമാണ്, പാഠപുസ്തകം. അതിനുശേഷം ഈശോ ദേവാലയത്തിൽ ചെല്ലും, ദേവാലയം ക്ലെൻസ് ചെയ്യും. നാണയമറ്റക്കാരും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഒരു ഫലവും പ്രയോഗിക്കാത്ത ഈ അത്തിമരം പോലെയുള്ള ദേവാലയത്തിനെ അവൻ ക്ലീൻ ചെയ്യും. ക്ലീൻ ചെയ്ത ശേഷം മർക്കോസ് വീണ്ടും പിറ്റേ ദിവസം വീണ്ടും അവൻ ദേവാലയത്തിൽ പോകുമ്പോൾ അത്തിമരം ഉണങ്ങി നിൽക്കുന്നതായിട്ട് കാണും. അപ്പോൾ കർത്താവ് ഉദ്ദേശിച്ചത് എന്താണ്? അത്തിമരത്തിൻ്റെ പാഠത്തിലൂടെ ഫലമില്ലാത്ത ഒരു ദേവാലയം ദൈവികമായ കരുണ, ദൈവികമായ സത്യം, ദൈവികമായ പങ്കുവെപ്പ്, വിശുദ്ധി, ഇതൊന്നും ഇല്ലാത്ത ഒരു ആത്മീയ കൂട്ടത്തെയാണ് ഈശോ ദേവാലയത്തിൽ നിന്ന് പുറത്താക്കുന്നത്. ഇത് തന്നെ അത്തിമരത്തിന് സംഭവിച്ച് പിറ്റേ ദിവസം കാണിക്കും. അപ്പോൾ പിന്നീട് വരുന്ന ദേവാലയ പ്രവചനമാണ്. എന്താണ്? കല്ലുമേൽ കല്ല് ശിക്ഷിക്കുക, തകർക്കപ്പെടുമെന്ന്. ഫലമില്ലാത്തത് കൊണ്ട് എസെക്കിയേലും പറയും 17-ാം അധ്യായത്തിൽ, ഫലമില്ലാത്തതിനെ ഞാൻ നാശം വരുത്തുമെന്ന്. ഇത് നമുക്ക് അനുതാപത്തിലേക്ക് കൂടി നമ്മളെ നയിക്കണം. ഉടമ്പടി എടുത്തതിന് ശേഷവും നമുക്ക് വിശ്വാസമില്ല, കാരുണ്യമില്ല, കാരുണ്യപ്രവൃത്തിയില്ല, പ്രവർത്തനമില്ലാതെ ഫലമില്ലാതെ പോയാൽ നിങ്ങൾക്കും ഇത് വിളക്കാൻ തെച്ചത് പണ്ടായി മാറാൻ സാധ്യതയുണ്ട്. ഉടമ്പടി ഉഴപ്പിയിട്ടുള്ളവർ ഈ വചനം കേട്ടിട്ട് തിരിച്ച് അനുതാപപ്പെട്ടുകൊണ്ട് വിശുദ്ധിയിലേക്ക് വന്ന് കർത്താവിൻ്റെ ശക്തി നിറയാൻ ഇടയാക്കണം. ശ്രുതികട ഹല്ലേലൂയ. നിങ്ങളെ ആശീർവദിക്കാൻ പോവുകയാണ്. കർത്താവിന്റെ ചൈതന്യം ഉടമ്പടി എടുത്തിട്ടുള്ളവര്, ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ടുള്ളവര്, ലൈറ്റ് ക്യാനിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നവര്, തത്സമയ നിയോഗങ്ങൾ ഇപ്പോൾ ടൈപ്പ് ചെയ്തിരിക്കുന്നവര്, ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ പ്രാർത്ഥിക്കുന്നവര്, മനമുയർത്തി കരമുയർത്തി സ്തുതിക്കട്ടെ. ഇതാ ഈശോ നിങ്ങളെ ആശീർവദിക്കുന്നു.